കർണാടകയിൽ വരി നിന്ന് വോട്ട് ചെയ്തിരിക്കുന്ന ഒരു സ്ത്രീ വോട്ടറും പ്രജ്വൽ രേവണ്ണയും അടങ്ങുന്ന ഏറ്റവും വലിയ സെക്സ് റാക്കറ്റിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുമെന്ന് നമുക്ക് കരുതാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ ദക്ഷിണേന്ത്യയിൽ മാത്രം 16 സീറ്റുകൾ നഷ്ടപ്പെടും. ഉത്തരേന്ത്യയിലേക്ക് എത്തിയാൽ ഹരിയാനയും പഞ്ചാബും ഡൽഹിയും കൂടി കണക്കിലേക്കായാൽ 12 സീറ്റുകൾ നഷ്ടപ്പെടും. പിന്നെ ഹിന്ദി ഹൃദയഭൂമി രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ പഴയ ചലനമില്ല. അഗ്നിവീർ സൃഷ്ടിച്ചിരിക്കുന്ന ചലനം. മഹാരാഷ്ട്രയിൽ അജിത് പവാറിനെ കൊണ്ടുപോകുമ്പോൾ മറുഭാഗത്ത് ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ക്യാമ്പയിൻ ശക്തമായി നിലനിൽക്കുന്നത്. അജിത് പവാറിൻ്റെയും പ്രഫുൽ പട്ടേലിൻ്റെയും അഴിമതിയുടെ കറകളെക്കുറിച്ചുള്ള നേരത്തെയുള്ള നേതാക്കളുടെ പ്രസ്താവനകൾ ഇപ്പോഴും തെരുവുകളിൽ മുഴങ്ങുന്നത്. ഒന്ന്, നരേന്ദ്രമോദിയുടെ കുറഞ്ഞുവരുന്ന പ്രതിച്ഛായ. 2, മറുഭാഗത്ത് കർഷകരുടെ ശക്തമായിട്ടുള്ള പ്രതിരോധം. 3, അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിലുള്ള ക്യാമ്പയിനും ഒപ്പം അത് ഫീൽഡിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന പ്രചരണവും. ആൻഡ് നമ്പർ 4, മൊത്തം കണക്കുകളുടെ നമ്പർ കൂടി കണക്ക് കൂട്ടിയാൽ ഈ ആത്മവിശ്വാസം ഇന്ത്യ മുന്നണിക്ക് സ്വാഭാവികമായും ഉണ്ടാകും.